Hi, good morning to everybody. Today we are going to learn about new topic, the process of academic writing. Previous class we discussed about features of academic class. Now we focused on process of academic writing. Which are the process? The processes are pre-writing, writing and revising. Three steps or three process in academic writing which are the pre-writing, writing and revising. നമ്മൾ ആദ്യം ഒരു ടോപ്പിക് കണ്ടത് അതിന് നമ്മൾ ഫൈനൽ ഡ്രാഫ്റ്റിന് മുമ്പ് ഒന്ന് റഫ് കോപ്പി എഴുതുന്നത് പ്രീ റൈറ്റിംഗ് എന്ന് പറയാം. പിന്നെ നമ്മൾ ഫൈനൽ എഴുതുന്ന റൈറ്റിംഗ് എഴുതും. ആദ്യം റഫ് കോപ്പി ചെയ്തു, പിന്നെ ഒരു ഫൈനൽ കോപ്പി എഴുതും, പിന്നെ അതിനൊന്നും കൂടി റിവൈസ് ചെയ്യും. നമ്മൾ വായിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്, ചിലപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഗ്രാമർ മിസ്റ്റേക്ക്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച പ്രോസസ്സിൻ്റെ മെത്തേഡ് പ്രശ്നം, അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ റീറൈറ്റ് ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് റൈറ്റിംഗ് പ്രീ റൈറ്റിംഗ്, റൈറ്റിംഗ് ആൻഡ് റിവൈസിങ്. ഓക്കെ, ഇതാണ് 3 സ്റ്റെപ്സ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ബുക്കിൽ കൊടുത്ത ചെറിയൊരു ഭാഗം കൂടെ ഉണ്ട്. ഈച്ച് ഓഫ് ദി പ്രോസസ് ഇൻക്ലൂഡ് സർട്ടൻ സ്റ്റെപ്പ് ടു ബി ഫോളോ ഔട്ട്. Imagine you are asked to write argumentative essay. What would be the step that you will take to accomplish your task? നിങ്ങളോടൊരു ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേ റിലേറ്റഡ് ടു ഹ്യൂമാനിറ്റീസായിട്ട് ബന്ധപ്പെട്ട ഒരു എസ്സേ എഴുതാൻ പറയുമ്പോൾ എന്തൊക്കെ സ്റ്റെപ്സാണ് വേണ്ടത് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, ഡിസൈഡഡ് ഓൺ വാട്ട് യു വാണ്ട് ടു സ്റ്റഡി. നിങ്ങൾ എന്താണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്, എന്തിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഡിസൈഡ് ചെയ്യുക. ഡിസൈഡഡ് ഓൺ വാട്ട് യു വാണ്ട് ടു സ്റ്റഡി ഓർ ഇൻവെസ്റ്റിഗേറ്റ്. അതിനെക്കുറിച്ചൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുക, അല്ലെങ്കിൽ ഞാൻ ഏത് ടോപ്പിക്ക് സെലക്ട് ചെയ്യണമെന്ന് അന്വേഷിക്കുക. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻവോൾവ് ചൂസിങ് എ സബ്ജക്റ്റ്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ചൂസിങ് എ സബ്ജക്റ്റ്. ഫൈൻഡ് ഔട്ട് ദ ആസ്പെക്റ്റ് ഓർ ഏരിയ വിത്തിൻ ദ സബ്ജക്റ്റ് ടു ഫോക്കസ്. ആ ഒരു സബ്ജക്റ്റിൽ തന്നെ ഒരു ഏരിയനെ ഫോക്കസ് ചെയ്യുക. നമ്മൾ മെയിൻ പോയിൻറ്റ്, സബ് പോയിൻ്റ് എന്നൊക്കെ പറയില്ല, അങ്ങനെ ഒരു മെയിൻ പോയിൻറ്റിൽ ഫോക്കസ് ചെയ്യുക. ആൻഡ് നാരോ ഡൗൺ ടു ഫോർമുലേറ്റ് യുവർ ടോപ്പിക്. എന്നിട്ട് അത് നിങ്ങൾ അതിനെ ചുരുക്കി കൊണ്ടുവരിക ഒരു നിങ്ങളുടെ ടോപ്പിക്കിലേക്ക്. അണ്ടർസ്റ്റാൻഡ് ദ പ്രോസസ് ആൻഡ് പേർപ്പസ് ആൻഡ് ദ ഓഡിയൻസ് ഓഫ് യുവർ പോസ്റ്റ് വർക്ക്. നിങ്ങൾക്ക് പിന്നെ ഒന്നും കൂടെ വേണം, അണ്ടർസ്റ്റാൻഡ് ദ പേർപ്പസ് ആൻഡ് ഓഡിയൻസ് ഓഫ് യുവർ പോസ്റ്റ് വർക്ക്. അതിൻ്റെ പേർപ്പസിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഏത് ഓഡിയൻസിനോടാണ് കാര്യങ്ങൾ പറയുന്നതിനെ കുറിച്ചിട്ടൊരു നോളജ് ഉണ്ടായിരിക്കുക. ഇത്രയാണ് ഡിസൈഡ് ഓൺ വാട്ട് യു വാണ്ട് ടു സ്റ്റഡി ഓർ ഇൻവെസ്റ്റിഗേറ്റ് എന്നുള്ള ടോപ്പിക്കിൽ എന്താ പറയുക സബ് പോയിൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് വൺ, ഡിസൈഡ് ഓൺ വാട്ട് യു വാണ്ട് ടു സ്റ്റഡി ഓർ ഇൻവെസ്റ്റിഗേറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ എന്താണ് ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, അതിൻ്റെ എന്താണ് ഏതിലാണ് ഏത് ആസ്പെക്റ്റിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് നോക്കുക. ദെൻ അതിൻ്റെ ഒരു നാരോ ഡൗൺ പോയിൻറ്റുകൾ എഴുതി വെക്കുക. ദെൻ അത് നിങ്ങളുടെ പേർപ്പസും ഓഡിയൻസിനെയും മനസ്സിലാക്കുക. നെക്സ്റ്റ് വൺ, സെക്കൻഡ് വൺ, കളക്ട് ഇൻഫർമേഷൻ ഓർ എക്സ്പേർട്ട് സോഴ്സസ്. കളക്ട് ഇൻഫർമേഷൻ ഓർ എക്സ്പേർട്ട് സോഴ്സസ് എന്നാൽ അതിന് തക്കതായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യാതെ നല്ല സോഴ്സിൽ നിന്നാവണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറയില്ല വിക്കിപീഡിയ ഒന്നും അത്ര ഒതൻറ്റിക് ആയിട്ടുള്ളൊരു സൈറ്റല്ല, ഒരു ഇതല്ല, സോഴ്സല്ല. അപ്പോൾ അങ്ങനെ നമുക്ക് നിങ്ങളെ ഇതിൻ്റെ ഡിസിപ്ലിൻ അനുസരിച്ചുള്ള ഒതൻറ്റിക് ആയിട്ടുള്ള ഇതിൽ നിന്ന് പോയിട്ട് കാണുക. ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ടു ഐഡൻറ്റിഫൈ ദ സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ. ടേക്ക് ഡൗൺ നോട്ട്സ്. അതിൻ്റെ നോട്ട്സ് ചെയ്താൽ പ്രിപ്പയർ വർക്കിംഗ് ബിബ്ലിയോഗ്രഫി ഓർ ലിസ്റ്റ് ഓഫ് വർക്ക് ടു ബി കൺസൾട്ടഡ് ഓർ കോട്ടഡ്. നമ്മൾ എന്ത് ചെയ്യണം? ബിബ്ലിയോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊക്കെ വർക്കുകൾ, ലിസ്റ്റ് ഓഫ് വർക്ക്, ഏതൊക്കെ ബുക്കുകൾ, ഏതൊക്കെ സൈറ്റുകൾ റെഫർ ചെയ്ത് നോക്കുന്നതിനെയാണ് പറയുക. ഓർ ടു ബി കോട്ടഡ്. നിങ്ങൾ കോട്ട് ചെയ്തതൊക്കെ ഏതെന്നാണ്. ഇപ്പോൾ ഒരു സെൻറ്റൻസ് നിങ്ങൾ കോട്ട് ചെയ്തിട്ട് ആ കൊട്ടേഷൻ ഏത് ബുക്ക് എന്നാണുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ഏതൊക്കെ ബുക്ക് റെഫർ ചെയ്തു എന്ന് പറയുന്നതിനെയാണ് കളക്ട് ഇൻഫർമേഷൻ ഓർ എക്സ്പെർട്ട് സോഴ്സസ്. നിങ്ങൾ എന്തിലൊക്കെ എവിടെയൊക്കെ നോക്കി എന്നുള്ളതിൻ്റെ കറക്റ്റ് ഒരു ലിസ്റ്റ് അൽഫബറ്റിക് ഓർഡറിൽ എഴുതുന്നതാണ് എന്ന് പറയുക ബിബ്ലിയോഗ്രഫി എന്ന് പറയുക. നെക്സ്റ്റ് തേർഡ് വൺ, പ്രിപ്പയർ എ ഫ്രെയിം വർക്ക് ഓർ സ്ട്രക്ചർ ടു വർക്ക് ഓൺ. പ്രിപ്പയർ എ ഫ്രെയിം വർക്ക് ഓർ സ്ട്രക്ചർ ടു വർക്ക് ഓൺ. ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കുക, അല്ലെങ്കിൽ സ്ട്രക്ചർ ഉണ്ടാക്കുക. മീൻസ് നമ്മളൊരു ചട്ടക്കൂട് എന്നൊക്കെ പറയില്ലേ, ഒരു ചട്ടക്കൂട് ക്രിയേറ്റ് ചെയ്യുക. ദ തേർഡ് സ്റ്റെപ്സ് comprises finalizing the basic premises, key points, the organization pattern of the work, grouping of points for paragraphs. തേർഡ് സ്റ്റെപ്പ് എന്താണ്? ഫൈനലൈസ് ദ ബേസിക് പ്രിമൈസസ്. ചുറ്റുപാട് നമുക്ക് കിട്ടിയ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുക, കീ പോയിൻറ്റ്സ് എഴുതി വെക്കുക, അതിൻ്റെ പാറ്റേൺ ഓഫ് വർക്ക് എഴുതി വെക്കുക, ഗ്രൂപ്പിംഗ് ഓഫ് പോയിൻറ്റ്സ് ഓഫ് പാരഗ്രാഫ്. ഓരോ പാരഗ്രാഫ് ഇപ്പം 3 ബോഡി പാരഗ്രാഫ് ഉണ്ട്, അതിൽ ഓരോന്നിലൊരു കീവേഡ് വേണം, എന്നിട്ട് അത് എലാബറേറ്റ് ചെയ്തിട്ടാണ് പറയുക, അതൊക്കെ ഉണ്ടാക്കുക. നെക്സ്റ്റ് ഫോർത്ത് വൺ,
സ്റ്റാർട്ട് റൈറ്റിംഗ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ റൈറ്റിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്യുക. ഡ്രാഫ്റ്റിംഗ് ബിഗിൻ ഇൻ 4th സ്റ്റെപ്പ്. ഡ്രാഫ്റ്റിംഗ് മീൻസ് റൈറ്റിംഗ് എന്നാണ്. ആ ഡ്രാഫ്റ്റ് ചെയ്യൽ 4th സ്റ്റെപ്പാണ്. Here prepare the first draft, doing through the draft to ensure there are no structural thematic inconsistencies. അപ്പോൾ ആ ഡ്രാഫ്റ്റ് ചെയ്തുമ്പോൾ ഫൈനൽ ഡ്രാഫ്റ്റ് ചെയ്തുമ്പോൾ നമ്മൾ എന്ത് വേണം, റൈറ്റിംഗ് ചെയ്തുമ്പോൾ എന്ത് ചെയ്യണം, ഒരു നോ സ്ട്രക്ചറൽ ആൻഡ് തീമാറ്റിക് ഇൻകൺസിസ്റ്റൻസീസ്, ഒരു ഇൻകൺസിസ്റ്റൻസീസും ഇല്ല, സ്ട്രക്ചറലായിട്ടും തീമാറ്റിക്കായിട്ടും ഇല്ല എന്നുള്ളത് മീൻസ് ഒരു തെറ്റും ഇല്ല എന്ന് മനസ്സിലാക്കുക. എഡിറ്റിംഗ് റിവൈസിങ് ദ പേപ്പർ ആർ ദി മേജർ സ്റ്റെപ്സ് ഇൻവോൾവ്. എഡിറ്റിംഗ് ചെയ്യുക, പിന്നെ റീറൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് റിവൈസിങ്. അതാണ് എഡിറ്റിംഗ് ആൻഡ് റിവൈസിങ് ദ പേപ്പർ ആർ ദി മേജർ സ്റ്റെപ്സ് ഇൻവോൾവ്. ആ സ്റ്റാർട്ട് റൈറ്റിങ്ങിലുള്ള സ്റ്റെപ്പ് അതാണ് എഡിറ്റിംഗ് റിവൈസിങ്. ലാംഗ്വേജ് എറേഴ്സ് ആൻഡ് യൂസ് ഓഫ് ടാബു. ലാംഗ്വേജ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ലാംഗ്വേജിലുള്ള പ്രശ്നങ്ങൾ. ടാബൂസ് എന്ന സോഷ്യൽ ടാബൂസ് എന്താണ്, സമൂഹത്തിൽ വിലക്കപ്പെട്ട കാര്യങ്ങൾ, അതാണ് ടാബൂസ്. യൂസ് ഓഫ് ടാബൂസ്, ഇൻഫോർമൽ ഡിസ്ക്രിമിനേറ്ററി വേർഡ്സ്. ഇൻഫോർമൽ നിങ്ങൾക്കറിയാം എന്താണ്, ഒഫീഷ്യൽ അല്ലാത്തത്. ഡിസ്ക്രിമിനേറ്ററി വേർഡ്സ്, നമ്മൾ ഡിസ്ക്രിമിനേറ്ററി വേർഡ്സ് ഉപയോഗിക്കാൻ പാടില്ല. ഓരോ ജാതി, മതം, ലാംഗ്വേജ് ബേസിലുള്ള ഡിസ്ക്രിമിനേറ്ററി വേർഡ്സ് ഉപയോഗിക്കണം. എക്സ്പ്രഷൻ ഹാവ് ടു ബി ചെക്ക്ഡ് ആസ് പാർട്ട് ഓഫ് എൻട്രി. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തൊക്കെ ശ്രദ്ധിക്കണം? ലാംഗ്വേജ് എറേഴ്സ്, ടാബൂസ്, ഇൻഫോർമൽ ഡിസ്ക്രിമിനേറ്ററി വേർഡ്സ് ആൻഡ് എക്സ്പ്രഷൻസ്. ഓക്കെ, നെക്സ്റ്റ് പ്രിപ്പയർ ദ ഫൈനൽ ഡ്രാഫ്റ്റ് ആൻഡ് സബ്മിറ്റ്. എന്നിട്ട് എന്താണ്, ഫൈനൽ ഡ്രാഫ്റ്റ് സബ്മിറ്റ് ചെയ്യുക. ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു കീപ് ചെക്ക് ലിസ്റ്റ് ടു വെരിഫൈ ഇറ്റ് എനിത്തിങ് ഇമ്പോർട്ടൻറ്റ് ഈസ് ലെഫ്റ്റ് ഔട്ട് ബിഫോർ സബ്മിറ്റ്. ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക, നമ്മൾ പോയിൻറ്റ്സ് ഒക്കെ ഇങ്ങനെ എഴുതി വെക്കുക, എന്നിട്ട് അതൊക്കെ ഉണ്ടോ എന്നുകൂടെ വെരിഫൈ ചെയ്യുന്നതിനാണ് പറഞ്ഞ് ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. പറഞ്ഞാൽ എന്താ, അതിൽ തെറ്റുകളൊന്നും ഇല്ലാണ്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞത് അതിനെക്കുറിച്ചിട്ടാണ്. ദ പ്രോസസ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ് ആണ്. 3 പ്രോസസ്സാണ് ശരിക്കുള്ളത്. പ്രീ റൈറ്റിംഗ്, റൈറ്റിംഗ്, റിവൈസിങ്. പ്രീ റൈറ്റിംഗ്, റിവൈസിങ്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ കൊടുത്തതാണ്. ഒരു അക്കാഡമിക് റൈറ്റിങ്ങിൽ നിങ്ങൾക്കൊരു ഹ്യൂമാനിറ്റി സബ്ജക്റ്റ് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് പോയിൻറ്റ്, 5 പോയിൻറ്റ്, ഡിസൈഡ് വാട്ട് യു വാണ്ട് ടു സ്റ്റഡി ആൻഡ് ഇൻവെസ്റ്റിഗേറ്റ്. സെക്കൻഡ്, കളക്ട് ഇൻഫർമേഷൻ ഓർ എക്സ്പെർട്ട് സോഴ്സസ്. തേർഡ്, പ്രിപ്പയർ എ ഫ്രെയിം വർക്ക് ഓർ സ്ട്രക്ചർ ടു വർക്ക് ഓൺ. ഫോർത്ത്, സ്റ്റാർട്ട് റൈറ്റിംഗ്. ഫിഫ്ത്ത്, പ്രിപ്പയർ ദ ഫൈനൽ ഡ്രാഫ്റ്റ് ആൻഡ് സബ്മിറ്റ്. ഇത്രയും പ്രോസസ്സുകളാണ് പ്രോസസ് ഓഫ് അക്കാഡമിക് റൈറ്റിങ്ങിലുള്ളത്. ഒരു എക്സാമ്പിളോട് തന്നതാണ്. സിമ്പിളാണ്, പക്ഷേ 3 വേർഡ്സ് നിങ്ങൾ മറക്കരുത്. പ്രീ റൈറ്റിംഗ്, റൈറ്റിംഗ് ആൻഡ് റിവൈസിങ് എന്നുള്ളത് കേട്ടോ. ഓക്കെ, ബാക്കി മറക്കണം എന്നല്ല, എന്നാലതൊന്നും കൂടെ ശ്രദ്ധിക്കുക. ഫീച്ചേഴ്സിനെ പോലെ തന്നെയാണ് 3 പോയിൻ്റാണുള്ളത്, 3 പ്രോസസ്സാണുള്ളത്. ഓക്കെ, ലെറ്റ് മീ വൈൻഡ് അപ്പ് ടുഡേ ക്ലാസ്. താങ്ക് യു.